ഇന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്, അതൊന്നും നടാം. ഗ്രോ ബാഗിനകത്താണ് നടാൻ പോകുന്നത്. വഴുതനത്തിൻ്റെയും ഉണ്ടമുളകിൻ്റെയും തൈയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും വാ, അപ്പോൾ നട്ടിട്ട് വരാം. ആദ്യം ഗ്രോ ബാഗിനകത്തേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഈ കരിയില ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞ് വളമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിൻ്റെ അളവും കുറച്ച് മതി. മണ്ണിന് ഇവിടെ നല്ല ക്ഷാമമാണ്. ഞങ്ങളിവിടെ കൽപ്രദേശമാണ്, ഗ്രാവലാണ് ഇവിടെ ഉള്ളത്. ഉണക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ വെട്ടാൻ ഭയങ്കര പാടാണ്. ഇത് ഞങ്ങൾ അടുത്തുള്ളൊരു വയലിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന മണ്ണാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് മണ്ണെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കാം. ഈ കമ്പോസ്റ്റ് വളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചകിരി കമ്പോസ്റ്റാണിത്. ഇത് ചെടിയൊക്കെ വളരാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി നല്ലൊരു ജൈവവളമാണല്ലോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനി നമുക്ക് ആ കരിയില ഇട്ട് വെച്ചേക്കുന്ന ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഗ്രോ ബാഗെല്ലാം നിറച്ചെടുക്കണം. ഇതിലേക്കാണ് ഇനി ചെടികൾ നടാൻ പോകുന്നത്. അങ്ങനെ തൈകളാണ് ഇങ്ങനെ നടുക. ഞങ്ങളുടെ വീട്ടിൽ എന്ത് തൈ കിട്ടിയാലും ഞങ്ങളുടെ ഉമ്മയാണ് നടുന്നത്. ഇത് ഉമ്മയെ കൊണ്ട് തന്നെയാണ് നടിയിക്കുന്നത്. ഉമ്മ നട്ടാൽ പെട്ടെന്ന് കിളിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അങ്ങനെ നട്ടിന് രാവിലെയും വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നന്നായിട്ട് കിളിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ഉണക്കം കൂടെ ആയതുകൊണ്ട് കിളിച്ചതിന് ശേഷം പിന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കത്ര വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.